ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോംബി ഫാം ഉണ്ടാക്കുക. അതായത് നമ്മളൊരു സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു ഫാമിലേക്കാക്കി മാറ്റുക. അടുത്ത മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്രസ് കണ്ടുപിടിച്ച് കുറച്ച് ബ്ലേസിനെ തല്ലിക്കൊന്ന് ബ്ലേസറോട് ഒപ്പിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ടോട്ടലി വെറും വേനലായിരിക്കും കളിക്കുന്നത്, ഷെയ്ഡേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് മുമ്പ് ഞാൻ ഓഫ് ക്യാമിൽ നെതറിൽ കുറച്ച് പരിപാടികൾ ചെയ്തായിരുന്നു. ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൻ്റെ ചുറ്റും നമ്മളൊരു മതിൽ പോലെ കെട്ടിയിട്ടുണ്ട്, ഗാസ്റ്റ് ഒന്നും അടിക്കാണ്ട്. പിന്നെ ഈ പൊട്ടനെ ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇവനിടാൻ പറ്റിയൊരു പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമ്മൾ ആ പേരെടുത്തിടുന്നതായിരിക്കും. ഇങ്ങോട്ടേക്ക് പടി പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, എന്തിനാണെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ അടിപൊളി നെതർ ഹബ്ബ് ഒന്ന് സെറ്റ് ചെയ്യണം, നെതറിലെ വുഡും നെതറിലെ ബ്ലോക്കും വെച്ചിട്ട്. അപ്പം ഞാൻ നമ്മുടെ ഫോർട്രസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് കാണിച്ചു തരാം. ഭീകരൻ ചത്ത്, അത്രേ ഉള്ളൂ ഗാസ്റ്റൊക്കെ. ഓക്കെ, അപ്പം നമ്മുടെ ഫോർട്രസ് ലാവഴിക്കാണ്. ഇവിടെ എവിടെയാണ് ഞാനത് കണ്ടത്. അത് തന്നെ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ലാവയാണോ അത്? നോക്കി ഇപ്പോൾ ചാവണ്ട. ഒന്നാമത് മണ്ടത്തരം മൊത്തം കാണിക്കണത്. അതാണ്ട് ആ കാണുന്നതാണ് ഫോർട്രസ്. അത്രയും മേളിലാണ്. നമുക്ക് ഇവിടുന്ന് പില്ലറപ്പ് ചെയ്യണം, അല്ലാണ്ട് ഏതെങ്കിലും വഴി കാണുമായിരിക്കും. ഇതാണ് നമ്മുടെ ഫോർട്രസിൻ്റെ മെയിൻ ചുമര്. ഓക്കെ, അപ്പോൾ നമുക്കിതിലും ബേസിൽ പോയിട്ട് വേണ്ട സാമഗ്രികളൊക്കെ എടുത്തിട്ട് നേരെ ഫോർട്രസിലോട്ട് കയറാം. അതിന് മുമ്പ് കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ എനിക്ക് സിൽട്ടസ് കിട്ടിയായിരുന്നു. അതിടാൻ ഒരു പിക്കാക്സ് നമ്മൾ സെറ്റാക്കിയില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫോർച്യൂൺ പിക്കാക്സുകൾ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഫോർച്യൂൺ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതല്ല, അത് ഇതിനകത്തായിരുന്നു ഏറ്റവും മേളിൽ. ഓക്കെ, സിൽട്ടച്ച് എടുക്കുന്നു. ഒരു മെൻഡിങ്ങും കൂടി എടുക്കണം. റോൺസ് ഉണ്ട്, മെൻഡിങ് എടുത്തു. നമ്മുടെ കയ്യിൽ ഇപ്പം ലെക്ക് ഓഫ് ദ സീ ഉണ്ട്, ലെക്ക് ഓഫ് ദ സീ സെറ്റാക്കണം. പ്രൊട്ടക്ഷൻ ഫോർ ഇത്രയും എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ത്രോൺസും ഫുൾ ആർമർ ഇടാനുള്ളതുണ്ട്. മെൻഡിങ് ഒരുപാട് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 6 എമറാൾഡായിരുന്നു മെൻഡിങ്ങിന്. അങ്ങനെ ലാസ്റ്റ് ഈ ചങ്ങായി മാസ്റ്റർ ആയിട്ടുണ്ട്. ഇവൻ ഈ ഒറ്റ ഒരുത്തണ്ടേന്നാണ് ഞാൻ ഇത്രയും സാധനം മേടിച്ചത്. പിന്നെ അപ്പുറത്ത് 2 എണ്ണം ഉണ്ട് അവന്മാരുടെ നിന്നും. ഇവന്മാരുടെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഏതായാലും ഇപ്പം സിൽട്ടച്ചും മെൻഡിങ് ഈ ഒരു പിക്കാക്സിന് ഇടാം. ആദ്യം മെൻഡിങ് ഇട്ടു, അടുത്ത് സിൽട്ടച്ചു. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് സോംബിയുടെ ഫാം സെറ്റാക്കാം. എന്നിട്ട് ലാസ്റ്റ് ഫോർട്രസിൽ പോയിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ചാവട അമ്പോളി ഈ ഒരു ഭാഗത്ത് എവിടെയോ ആയിട്ടായിരുന്നു നമ്മുടെ സ്പോണർ ഉണ്ടായിരുന്നത്. ഒന്ന് നോക്കാം. ഈ വീട്ടിൽ കോഴി ഉണ്ടോ? ഇല്ല. ഈ വീട്ടിൽ കോഴി ഉണ്ടോ? ഇല്ല. അവിടെ ഉണ്ട് കോഴി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോണർ. അപ്പം ഫാം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതൊരു ട്യൂട്ടോറിയൽ പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഫാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സൈഡിൽ നമ്മൾ വെള്ളം ഒഴിക്കും. അവിടുന്ന് വരുന്ന വെള്ളം എല്ലാം കൂടി സോംബിനെ ഉന്തി ഒരു സൈഡിൽ കൊണ്ട് വെക്കും. അവിടുന്ന് നമ്മൾ 8 ഗ്യാപ്പ് സൈഡിൽ നിന്ന് വേറൊരു വെള്ളം ഒഴിക്കും. അത് ഉന്തി സോംബിനെ ഒരു കുഴിയിൽ കൊണ്ടിടും. കുഴി നമ്മൾ അടിച്ചു കൊല്ലും. നമ്മൾ അടിച്ചു കൊല്ലുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ XP കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ച് നോക്കുക, ഈ ബ്ലോക്കൊക്കെ ക്ലിയർ ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഏകദേശം സാധനം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒഴിക്കുക. ഓക്കെ, ഒരു ബക്കറ്റ് ഇവിടെ ഒഴിക്കാം. അടുത്തൊരു ബക്കറ്റ് എടുക്കട്ടെ. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഒഴിക്കാം. അപ്പോൾ ഇത് രണ്ടും ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി. അത് മൊത്തത്തിലായി. ഇപ്പോൾ ഇനിയും ബ്ലോക്ക് എടുത്ത് മാറ്റണം. ഇനി നമുക്ക് താഴേക്ക് ഏകദേശം 5 ബ്ലോക്ക് താഴേക്ക് കുഴിക്കണം. എന്നിട്ട് ആ ഒരു ലെവലിൽ ഇവിടെയുള്ള എല്ലാ ബ്ലോക്കും എടുത്ത് മാറ്റണം. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനതിലൊരു ഇൻഫിനിറ്റ് വാട്ടർ പാത്ത് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എത്ര വേണമെങ്കിലും വെള്ളം എടുക്കാം, വറ്റി പോകത്തില്ല. ഇനി നമുക്ക് ഇവിടെ ഒഴിച്ച് നോക്കാം, എവിടം വരെ എത്തുമെന്ന് നോക്കാം. സെയിം തിങ് അപ്പുറത്തും നോക്കാം. ഓക്കെ, അത് പറ്റുന്നില്ല. അപ്പോൾ നമുക്കിനി ആ ഒരു സൈഡ് തൊട്ട് ഈ ഒരു സൈഡ് വരെ എല്ലാ ബ്ലോക്കിലും വെള്ളം ഒഴിക്കണം ഒരുപോലെ. അപ്പോൾ എല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഒരു ബ്ലോക്ക് മാത്രമായിട്ട് ഫ്രീ ആയിട്ട് അങ്ങ് വരെ കിടക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അവിടുന്ന് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക, ഇവിടുന്ന് ഒരു ബ്ലോക്ക് കുഴിക്കുക, ഇതുപോലെ അങ്ങ് വരെ കുഴിക്കുക. എന്നിട്ട് ഇവിടുന്ന് താഴേക്കാണ് നമ്മുടെ ബാക്കി വരുന്നത്. അതിന് മുമ്പ് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക. ഇത് എവിടം വരെ പോകുന്നുണ്ടോ നോക്കുക. ഓക്കെ, അളവൊക്കെ കറക്റ്റായിരുന്നു. ഇനി എവിടെ സോമ്പ് വീണാലും എവിടെയൊക്കെ വീണാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഇവനിതാ ഒഴുകി എൻ്റെ അടുത്ത് തന്നെ വരും. അപ്പോൾ നമ്മൾ ഇവനെ ഒന്ന് കൊന്നേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്ക് കുറേ കുഴിക്കണം. നമ്മൾ ഏകദേശം കുഴിക്കേണ്ടത് ഒരു 8 or 7 ബ്ലോക്കാണ്. അതിൻ്റെ മേലോട്ട് കുഴിച്ച് കഴിഞ്ഞാൽ സോംബി തനിയെ താഴെ വീണ് ചാവും, നിങ്ങൾക്ക് XP കളക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏകദേശം ഒരു 7 ബ്ലോക്ക് താഴേക്ക് കുഴിച്ചിട്ടുണ്ട്. ഓക്കെ, 8, 9. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് മതി. ഇപ്പോഴാണ് കറക്റ്റ് 8 ആയത്. 8 ബ്ലോക്ക് താഴേക്ക് കുഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു റൂമാക്കി എടുക്കാം.
കില്ലിംഗ് റൂം ആക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഹോപ്പറും ചെസ്റ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോംബി ഫാം റെഡിയായി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ സോംബികളൊന്ന് വീഴാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചേക്കാം. ഇതിൻ്റെ മേളിലൊരു ഹോപ്പർ ഉണ്ടാക്കി വെക്കണം. ഹോപ്പർ ഉണ്ടാക്കാൻ നമ്മുടെ ലയറുണ്ട്. ഹോപ്പർ ഉണ്ടാക്കാനും ചെസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് ഒരു ചെസ്റ്റും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തു. ഇനി ആ ചെസ്റ്റ് വെച്ചിട്ട് ഹോപ്പറും ക്രാഫ്റ്റ് ചെയ്തു. ഇനി ഹോപ്പർ ഇതിൻ്റെ താഴേക്ക് ഡയറക്ഷൻ വരുന്ന രീതി വെക്കണം. ചാടുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, വെക്കുക. ഓക്കെ, അയ്യോ ഇപ്പം ഞാൻ കുടുങ്ങി. ഈ ബ്ലോക്ക് ഒന്ന് വിളിച്ചു മാറ്റട്ടെ. ഓക്കെ, ഇനി അവന്മാർ സ്പോണായിട്ട് അവിടെ വന്ന് നിൽക്കും. നമുക്ക് സുഖമായിട്ട് അവന്മാരെ അടിച്ചു കൊല്ലാൻ പറ്റും. നമുക്ക് വർക്കാവുന്നുണ്ടോ നോക്കാം. വർക്കാവുന്നുണ്ടോ നോക്കാൻ അവിടെ ഒരു സ്റ്റാക്ക് ബ്ലോക്ക് എന്തെങ്കിലും വെച്ചാൽ മതി. കുറേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം താഴെ വന്നിപ്പുണ്ട്. അപ്പോൾ അതും ഓക്കെ ആയി. ഇനി നമുക്ക് മേളിൽ പോയിട്ട് അതിൻ്റെ ഓപ്പൺ വേ എല്ലാം അടച്ച് റൂം നല്ല ഇരുട്ടാക്കണം. അപ്പോൾ ഞാൻ ഏതായാലും മേലോട്ട് കയറിപ്പോട്ടെ. ഇത് നമ്മുടെ ബേസിൻ്റെ അവിടെ എത്തും. ഞാൻ ലാഡർ വെക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് മേലോട്ട് മൈൻഡ് ചെയ്ത് ബ്ലോക്ക് വെച്ച് ഏറ്റവും മേളിൽ പോയിട്ട് കുറച്ച് ലാഡർ ഉണ്ടാക്കിയിട്ട് താഴേക്ക് ലാഡറും കൂടി വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ലാഡർ എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കുറേ സമയം സ്പോണായിട്ട് നമുക്ക് അമ്മരൊക്കെ ഒന്ന് നോക്കാം എത്രത്തോളം ലൂട്ട് കിട്ടുമെന്ന്. ചാവ് ഇത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു സ്കെൽറ്റൻ ഫാം ആയിരുന്നെങ്കിൽ നമുക്കൊരു അടിപൊളി ഗോഡ് എൻചാൻറ്റഡ് ബോയ് ആക്കായിരുന്നു. 14 റോട്ടൺ ഫ്ലഷ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്ലർക്കിനെയും കൂടി ഉണ്ടാക്കണം. റോട്ടൺ ഫ്ലഷ് വെച്ച് നമുക്ക് ട്രേഡും കൂടി ചെയ്യായിരുന്നു. ഇവിടെ തന്നെ 2-3 ക്ലർക്കിനെ സെറ്റപ്പ് ആക്കണം. ഇനി നമ്മൾ കൊണ്ടുവന്ന സാധനം എടുത്തിട്ട് ലാഡർ എടുത്തിട്ട് നമുക്ക് മേലോട്ട് വെച്ച് പോവാം. ലാഡർ വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് ലാഡർ ഇങ്ങനെ വെക്കുക. പിന്നെ മേലോട്ട് പോകുന്നതിനടിച്ച് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, നമ്മളപ്പോൾ ഏറ്റവും മേളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് ബ്ലോക്ക് അവിടെ ഇവിടെ ഒക്കെ വെച്ചേക്കാം. നമ്മുടെ ഗെയിമിലെ എര വന്നിട്ടുണ്ട്. എരയ്ക്ക് എന്താണ് കയ്യിലുള്ളത്? ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം. നെയിം ടാഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിൻ്റെ ആവശ്യമില്ല. നെയിം ടാഗിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും ഇല്ല. പിന്നെ എന്താണ് അവൻ്റെ ഉള്ളത്? പോർഷൻ ഓഫ് ഇൻവിസിബിലിറ്റി 5 എമറാൾഡ്. അതൊരെണ്ണം മേടിച്ച് വെച്ചേക്കാം. എപ്പോഴെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നീ എമറാൾഡ് കൊടുത്തിട്ട് കുറയ്ക്കോ? സാരമില്ല, വലിയ നഷ്ടമില്ല. 5 എമറാൾഡേ ഉള്ളൂ. നമുക്ക് എത്ര എണ്ണം മേടിക്കാൻ പറ്റും? ഒരെണ്ണേ മേടിക്കാൻ പറ്റുള്ളൂ. ഓ ബ്രോ, അത് നഷ്ടമാണ് ബ്രോ. ഇനി നമുക്ക് അവന് ഹെയ്വേയിൽ മറിച്ച് വെക്കാം. എന്നിട്ട് ഈ പോയ എമറാൾഡൊക്കെ തിരിച്ചെടുക്കാം. മണ്ടൻ കുറച്ച് ഹെയ്വേയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ അവനെ കൊണ്ട് വിറ്റ് നോക്കാം. രാത്രി അവനോട് പോയി. അവൻ വൻഷായി പോയാ? ഇല്ലില്ല, അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. കാശുകാരനായപ്പം അവൻ മറ്റേ സ്വഭാവം എടുത്ത് വില്ലേജർമാരുടെ. ഓക്കെ ബ്രോ, ഇതൊരു 10 എണ്ണം തന്നേരെ. 10 എമറാൾഡ്. 1 2 എടുക്കാൻ പറ്റുമോ? അത് ചേടാ, ഞാൻ വിളിച്ച് നമുക്ക് 5 വരെ മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന്. ബാക്കിയെല്ലാം നഷ്ടമാണ്. നീ നിന്നെ ഞാൻ കൊല്ലുന്നില്ല. നിന്നെ ഞാൻ ഈ എപ്പിസോഡ് വെറുതെ വിട്ടിരിക്കുന്നു. പോയി എവിടെയെങ്കിലും പോയി ജീവിച്ചോ. ഓക്കെ, ഇനി നമുക്ക് ഫോർട്രസിലേക്ക് പോവാം. അതിന് മുമ്പ് കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ ഫോർട്രസിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഒന്ന് ഗോൾഡൻ ബൂട്ട്, പിന്നെ കയ്യിലുള്ള കുറച്ച് ബൂട്ട്. ഇത് നമ്മൾ ഇപ്പോഴേ ഇട്ട് വെച്ചേക്കാം. കാരണം അവന്മാർ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചുറക്കും അവന്മാർ. ഓക്കെ, ഫൈനലി നമ്മൾ എന്തിലോട്ട് പോവാണ്? നെതറിലോട്ട് പോവാണ്. ഈശ്വര, ഗാസ്റ്റൊന്നും വന്ന് പൊട്ടിക്കല്ലേ. ഇങ്ങോട്ട് പോകുമ്പോഴേ എനിക്ക് പേടിയാണ് പണ്ടാരം. ഓക്കെ, ആദ്യം തന്നെ കയ്യിലുള്ള ഗോൾഡൊക്കെ ഈ പൊട്ടനെ മറിച്ച് വെക്കാം. ഇവൻ എന്ത് പേരിടും കേസ്? നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ബോക്സിൽ. നല്ല ട്രേഡ്. ഫയർ റെസിസ്റ്റൻറ്റ് പോർഷൻ അതെടുത്താ? ഓക്കെ, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നീ ഇനി ഫയർ റെസിസ്റ്റൻറ്റ് പോർഷൻ തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിനോട് ട്രേഡ് ചെയ്തിട്ട് ഒരു പോർഷൻ കൂടെ ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ആ ബ്ലോക്ക് മാറ്റിയിട്ട് 2 സ്റ്റോണിൻ്റെ സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇവൻ എന്തെങ്കിലും ലെതറാടാ. എനിക്ക് തന്ന അവൻ. എനിക്ക് അവൻ ഫയർ റെസിസ്റ്റൻറ്റ് പോർഷൻ തന്ന്. ഓക്കെ, ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ഇവന് കൊടുത്തിട്ട് നമുക്ക് വേഗം ഫോർട്രസിലേക്ക് പോവാം. ഇനി ഇവൻ ഒന്ന് ചവറൊക്കെ എടുത്ത് കളയട്ടെ. കുറേ ആവശ്യമില്ല ആ സാധനമുണ്ട്. അറിയണമെങ്കിൽ ആ ഫയർ റെസിസ്റ്റൻറ്റ് പോർഷൻ എങ്ങാനും കളഞ്ഞാണ്ടല്ല. ഓക്കെ, അതൊന്നും വേണ്ട. ഇനി എന്താണ്? ഇനിയല്ല ആവശ്യമുള്ളത് തന്നെ. ഇത് 2 അടുത്തടുത്ത് വെച്ചേക്കാം. അതും വേണ്ട, പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഫോർട്രസിലേക്ക് പോവാം. ഓക്കെ, ഞാൻ വഴി മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ചേക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് കയറാം. ദൈവമേ, എവിടെയാണാവോ പ്ലേസ് ആണ്? ഇതിനകത്ത് തന്നെ നമുക്ക് മറ്റേ ആ സ്കെൽറ്റിൻ്റെ തലയും കൂടെ ഒപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ആ ഇതാക്കായിരുന്നു. വെതറിനെ അടിച്ചു പോകുന്നൊരു ബീക്കണൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. ഇത് ഡെഡ് എൻഡ് ആണെന്ന് തോന്നുന്നു. തിരിച്ചു പോവാം. അല്ലെങ്കിലും വെതറിനെ അടിച്ചു കൊല്ലാനുള്ള പവറൊന്നും ആയിട്ടില്ല. ഇപ്പം സ്പോണർ കിട്ടി. അത് പക്ക സ്പോട്ട് കേട്ടോ. ഇത് ഈസി സ്പോട്ടാണ് അടിച്ചു കൊല്ലാൻ. ചാവ് അവനൊരെണ്ണം തന്നിട്ടുണ്ട്. യെസ്, അച്ചീവ്മെൻറ്റും കിട്ടി. ഇൻ ടു ദ ഫയർ. ഓക്കെ, അയ്യോ ഫയർ ഡാമേജ് ചെയ്യുന്നു.
മാറി നിൽക്ക്. ഫസ്റ്റ് സ്പ്ലാഷ് പോഷൻ അടിച്ചേക്കാം, അത് 8 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി അവൻ്റെ ഫയർ ഡാമേജ് ഏൽക്കൂല, അല്ലാണ്ട് അവന് ഡാമേജ് തരാനും പറ്റില്ല. ചാവടാ ചാവടാ ചാവടാ. നമുക്ക് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കളക്ട് ചെയ്യണം. ഓക്കെ, വെടി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൂല വരിക, ഫുഡ് കഴിക്കുക, തിരിച്ചു പോവുക. നമ്മൾ മാറി മാറി ഒന്ന് അറ്റാക്ക് ചെയ്യുക, കാരണം അവന്മാർ ഇച്ചിരി സ്ട്രോങ് ആണ്. ഡയമണ്ട് ആർമർ ഉണ്ടെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടുന്ന് അമ്പ് ചെയ്ത് നോക്കാം. കുറച്ച് ഇതിനകത്തൊന്നുമില്ല, ഫ്ലെയിം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നെതറിലൊരു കാര്യമില്ല. നമുക്ക് അവന്മാർ അടിച്ചു കൊല്ലാം. ചാവ് 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 ചാവ്. ഓക്കെ, ബ്ലേസ് ഭയങ്കര ഈസി വിത്ത് ഡയമണ്ട് ആർമർ ആൻഡ് ഡയമണ്ട് സാധനങ്ങൾ. ഇത്ര ഈസിയുള്ള മോബോ? ഇതൊക്കെയാണോ മോബ്? ഇതിലും ബുദ്ധിമുട്ടാണ് ഗാസ്റ്റിനെ അടിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ലൂട്ട് ചെയ്തിട്ട് വേഗം സ്ഥലം വിടാൻ നോക്കാം. അയ്യോ, അത് ഡെഡ് എൻഡാണ്. അത് അടച്ചു വെച്ചേക്കല്ല, ഞാൻ തന്നെ പിന്നെ വന്ന് ചാടും എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ വഴി നമ്മൾ വന്ന വഴി ആരെങ്കിലും സ്പോൺ ആയിട്ടുണ്ട്? പിന്നെ സ്പോൺ ആയിട്ടുണ്ട്. അടിക്കുക, ബാക്കോട്ട് മാറിപ്പോവുക, പിന്നെ അടിക്കുക, ബാക്കോട്ട് മാറിപ്പോവുക, പിന്നെ ഒരടി കൊടുക്കുക, ബാക്കോട്ട് മാറിപ്പോവുക, അടി കൊടുക്കുക, നിന്നെയും കൂടി അടിച്ചു കൊല്ലട്ട്. ചാവ് ചാവ് ചാവ്. ഓക്കെ, നമ്മളെല്ലാ പ്ലേസിനും അടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഫാം ആക്കണം. ഫാം സെറ്റപ്പ് ചെയ്യണമെങ്കിൽ എനിക്കറിയത്തില്ല, വല്ല ട്യൂട്ടോറിയൽ നോക്കി പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫോർട്രസ് ഒന്ന് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോവാം. അവിടെയുണ്ട് പ്ലേസ്. വെറുതെ പോയി അടി വാങ്ങണോ? വേണ്ട, അല്ലെങ്കിൽ വേണ്ട. അവൻ എൻ്റെ നേരെ സ്ഥിതി തുപ്പി. പ്രതികാരം. അപുഭീകരൻ, കൊടുഭീകരൻ. മാറി ചാവ് ചാവ്. ചത്ത? ഇല്ലില്ല. അവന്മാരെ പുലീനെ അതിൻ്റെ മടയിൽ കയറി അടിക്കണം എന്നാണ് നമ്മുടെ ആൾ പറഞ്ഞിട്ടുള്ളത്. അയ്യോ, പോഷൻ തീർന്നല്ലോ. അയ്യോ ചാവ്. അയ്യോ, ഇതാണ് പറയുന്നത്, അഹങ്കാരം കളിക്കരുത്. ഇപ്പം ചാവും. ഞാനിപ്പോൾ ചാവും. ഓടോ അല്ലേ, പോഷൻ കുടിച്ചിട്ട് ഓടിയാലോ. പോഷൻ കുടി. ചത്ത്. ചേടാ, അയ്യേ. തിരിച്ചു പോട്ട്. എടാ, ഈസി പ്ലേ ആയിരുന്നു. ഞാൻ വെറുതെ അഹങ്കാരം കളിച്ചിട്ടാണ്. ഏതായിരുന്നടാ വന്ന വഴി? അയ്യോ ചാവ്. നീ പോ. ഓടി രക്ഷപ്പെടും. അയ്യോ, ഹാഫ് കേട്ട്, ഫുഡൊന്നും ഇല്ല. അയ്യോ, ചത്ത്. ഈ വഴിക്കെന്താണ്? പിന്നെയും ചത്ത്. ചേട്ടാ, ഞാൻ നൂബാണെന്ന് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ഫുഡും കുറച്ച് ആർമർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. ഓക്കെ, എല്ലാം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. പോടാ, ഇനി ഞാൻ അടിക്കുന്നില്ല. അല്ലെങ്കിൽ പ്രതികാരം നിർത്തിട്ട് പോയാലോ. ചാവടാ, നീ എന്നെ കൊല്ലുമല്ലേ? എന്തിനാ വെറുതെ അഹങ്കാരം കളിക്കുന്നത്? വേണ്ട, നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ലൂട്ട് കിട്ടി ഇവിടെ കൂടി രക്ഷപ്പെടാം. അല്ലെ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ കിടന്ന് ചാവും പിന്നെയും. ഓക്കെ, ഒരു സ്കെൽറ്റനൊക്കെ ഒന്ന്, അവൻ കരി മാത്രമേ തന്നുള്ളൂ, തല തന്നില്ല. നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഡെഡ് എൻഡാണ്. അങ്ങോട്ടും പോകേണ്ടത് ഡെഡ് എൻഡാണ്. ഓക്കെ, അവിടെ ഒരു വീട് പോലെ കാണുന്നു. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചെസ്റ്റ് കാണും. ഓക്കെ, ഒരു ചെസ്റ്റ് കിട്ടി. ആരുമില്ല. കുറച്ച് ഗോൾഡ് ഉണ്ട്, അതെടുത്തേക്കാം. ഗോൾഡൻ സോഡിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ല, അല്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. താഴോട്ട് പോയി നോക്കാം. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുറേയും കൂടി ഇത് കാണേണ്ടതാണ്. ഓർമ്മയിരിക്കുന്നത്. ആരുമില്ല. നെതർവാർട്ട് കിട്ടി. നെതർവാർട്ട് എടുത്തേക്കാം. ഒരു സാഡിൽ എടുത്തേക്കാം. ചെസ്റ്റ് പ്ലേറ്റിൻ്റെ ആവശ്യം അതിലേത് വേണ്ട. നമ്മളൊരു ഗോൾഡിൻ്റെ ഒരു സാധനമില്ല, അതിവിടെ എടുത്ത് വെച്ചേക്കാം. ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടേക്കാം നമുക്ക്. അല്ലെങ്കിൽ മറ്റേ പിഗ്ലിമാർ കണ്ട അന്നേരം തന്നെ അടിച്ചു കൊല്ലും. ഓക്കെ, നമുക്ക് നേരെ പോയിട്ട് ഡെഡ് എൻഡാണ്, തിരിച്ചു പോവാം. നമുക്കിനി കുറച്ച് നെതർവാട്ടും കൂടി ഒപ്പിക്കണം, എങ്കിലേ നമുക്ക് പോർഷൻസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാ നെതർവാട്ടിരിക്കണം. ഇഷ്ടം പോലെ ഉണ്ട്. അതങ്ങ് എടുത്തേക്കാം. ലൂട്ടിങ് ആയതുകൊണ്ട് കുറച്ച് അധികം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അക്കാര്യം ഓക്കെയാണ്. ഇതും കുറച്ചെടുത്തേക്കാം. ഇതുകൊണ്ടെല്ലാം നട്ടു വെക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒരുത്തം വന്നേക്കുന്നു. ചാവ്, നീയും ചാവ്. ഇപ്പം ആരെയൊക്കെയാണ് ഞാൻ അടിക്കുന്നത്? 2 വട്ടം ചത്തതിന് ശേഷം എൻ്റെ കിളി പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഒരുത്തനെ കൊന്ന്, നിന്നെയും കൂടി കൊന്നോട്ടെ. ഓക്കെ, അതും ഓക്കെ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. അധികം നേരം ഇവിടെ നിന്ന് കളിച്ച് കഴിഞ്ഞാൽ പിന്നെയും ചാവേണ്ടി വരും. കിട്ടിയ ലൂട്ടെല്ലാം പോവും. എൻ്റെ ബോ പോയി കേസ്, എൻ്റെ ബോ കാണുന്നില്ല. അയ്യോ, വീട്ടിലൊന്ന് നാട്ടിൽ പോട്ടെ. ഇപ്പുറത്താണ് സ്പോൺ ആയത്. ഓക്കെ. ബ്ലേസിനെ കൊല്ലുമ്പോൾ മണ്ടത്തരം കാണിച്ച് ഞാനാണ് വെതറിനെ അടിക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ്, ആ പ്രതികാരം ഇവൻ്റെ മേലെ തീർത്തേക്കാം. ചാവ്, നീ ചാവ്. അവൻ ആ ബോൾ ഡ്രോപ്പ് ചെയ്തില്ല കേസ്. ഇന്ന് വാനിലേക്ക് കളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. മൊത്തം നെഗ്ഗാണ്.
നിങ്ങൾക്ക് വാലയിൽ കളിക്കുന്നതാണോ അതോ ഷെയ്ഡർ ഇട്ട് കളിക്കുന്നതാണോ ഇഷ്ടം എന്ന് പറയാം. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡ് ഷെയ്ഡർ ഇട്ട് തന്നെ കളിക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ട്രയൽ നോക്കിയതാണ്. നമുക്ക് കിട്ടിയ ലൂട്ടൊക്കെ എടുത്ത് വെച്ചേക്കാം. 3 സാഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെന്താണ് റെയറായിട്ടുണ്ടായിരുന്നത്? ബ്ലേസ് റോഡ് വെച്ച് നമുക്കിനി ക്ലർക്കിനെയൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ഇനി ഞാൻ ഈ ഇൻവെൻ്ററി ഒന്ന് വൃത്തിക്ക് സോർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സോംബി ഫാമിൽ പോയിട്ട് കുറച്ച് AFK എന്ന് നോക്കാം. എത്രത്തോളം XP കിട്ടുമെന്ന് നോക്കാമല്ലോ. ഒരു 30 XP കിട്ടുമായിരുന്ന നൈസായിരുന്നു. ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സോംബിയും ഗെയിമൊന്നും വന്നിട്ടില്ല. നമുക്ക് ഈ മൂലയ്ക്ക് കുറച്ച് AFK എന്നിട്ട് എല്ലാത്തന്നെ അടിച്ചു വന്നിട്ട് നിങ്ങളെ ഞാൻ ലൂട്ട് കാണിക്കാം. അതുകൊണ്ട് ഒരുത്തം വന്ന് വീണിട്ടുണ്ട്. ഓക്കെ, ഇത്ര നേരം AFK നിൽക്കുമായിരുന്നു. ഇപ്പം ആരും സ്പോണായി വീടുന്നില്ല. എനിക്ക് ഇത്രയും ലൂട്ട് കിട്ടി. ഒരു ക്യാരറ്റും കിട്ടി, 3 അയം കിട്ടി, 2 അയം കിട്ടി. ബാക്കി ഡെറിറ്റബിളൊക്കെ നമ്മുടെ പണ്ടത്തെ സാധനമാണ്. ഇതൊക്കെ എടുത്തേക്കാം. എന്താ ആരും വീഴാത്ത എന്തോ പറ്റിയിട്ടുണ്ട്. അത് പോട്ടെ. നമുക്ക് 19 ലെവലും കിട്ടിയിട്ടുണ്ട്. ഒരുത്തം വീണ്, സാരമില്ല, പോട്ടെ. ഇനി നമുക്ക് ബേസിൽ പോയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എഴുതി വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. യെസ്, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പം RDXMC Pro, താങ്ക്സ് ഫോർ കമൻറ്റിങ് മൈ വീഡിയോ. അടുത്തത് സോളോദ്വീപ് ഗെയിംസ് ആണ്. സോളോദ്വീപ് ഗെയിംസ് Pro, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തത് ആദിൽ അമീൻ ബ്രോ ആണ്. ആദിൽ അമീൻ ബ്രോ, താങ്ക്സ് ഫോർ കമൻറ്റിങ്. ഇനിയും കമൻറ്റ് ചെയ്യുക. അടുത്തത് സീറോ മൈൻക്രാഫ്റ്റർ ആണ്. സീറോ മൈൻക്രാഫ്റ്റർ ബ്രോ, താങ്ക്സ് ഫോർ കമൻറ്റിങ് മൈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു ലെക്ക് ഓഫ് ദ സീ 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കുറച്ച് ചൂണ്ടയിടണം. അതുപോലെ തന്നെ ഒരു ചേംബർ കണ്ടുപിടിച്ച് ചേംബറും ബീറ്റ് ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ കമൻറ്റിങ് ഗൈസ്. ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ.